नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में डॉक्टर और उनकी पत्नी के बीच में ये 3 युवा लोगों के बारे में बातें कर रहे हैं और ये युवा लोग पर हमारा भविष्य टिका है। उस समय यहाँ लेखिका कहती है, लेखिका नहीं, यहाँ ये डॉक्टर साहब की पत्नी अध्यापिका कहते हैं, हमारे भारत में पहले कभी वृद्धाश्रम का नाम तक सुना था, लेकिन हमारी सास को हमारे साथ रहती रही। और ये अध्यापिका नाश्ता का सामान सजाकर लेखिका को कुछ लेने के लिए कहते हैं। तो നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത അതുവരെയാണ്, അതായത് നമ്മുടെ തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്, യുവപീढ़ി के बारे में कहते हैं और उसके अलावा അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ച് ലേഖികയുടെ എടുത്തെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് ലാസ്റ്റ് മന്ത്. जी नहीं मेरा वृद्ध है, लीजिए ना कुछ എന്ന് ये अध्यापिका लेखिका से कहती है। उस समय लेखिका कहती है, जी नहीं मेरा वृद्ध है, मैं सफाई से झूठ बोल गई. അപ്പോൾ ശരിക്കും അവിടെ നുണ പറയുകയാണ് ചെയ്തത്. എനിക്ക് വേണ്ട, എനിക്കിന്ന് വ്രതമാണ് എന്നവിടെ ലേഖിക പറയാണ്. बचपन से माम की बंदाई हुई गांड सफ़र में किसी अजनबी से कुछ लेकर मत खाना कस गई. അപ്പം ബച്പൻ സേ, അതായത് കുട്ടിക്കാലത്ത്, മാം കി ബന്ധായി ഹുയി ഖാണ്ട്, അതായത് നമ്മൾ പറയില്ലേ ഇന്ന സാധനങ്ങൾ കഴിക്കേണ്ട എന്നുള്ള ഉപദേശം, തിരികെ കയറ്റിയ ഉപദേശം എന്ന് പറയാൻ വേണ്ടി നിർബന്ധിച്ച് കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്. നമ്മൾ പറയില്ലേ, അപ്പുറത്തെ വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പരിചയമില്ലാത്ത ആളുകൾ തന്നാൽ കഴിക്കരുതെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉപദേശം, അമ്മയുടെ ഉപദേശം. ये सफ़र में किसी अजनबी से कुछ लेकर मत खाना. ഉപദേശിതായിരുന്നു, അതായത് യാത്ര ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന്, അജ്നബി എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചർ, കുച്ച് ലേക്കർ മത് ഖാന, ഒന്നും വാങ്ങി കഴിക്കരുതെന്നുള്ള ഉപദേശം അതെപ്പോഴും മുറുകെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ലേഖിക. അപ്പം അതുകൊണ്ട് തന്നെ നുണ പറയാണ്, എനിക്കിന്ന് വ്രതമാണ്, വേണ്ട എന്നവിടെ പറയാണ്. സംഭവം വ്രതമൊന്നുമല്ല, അന്നത്തെ ഉപദേശം ഇപ്പോഴും അനുസരിച്ച് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സഫർ മേ കിസി അജ്നബി സെ കുച്ച് ലേക്കർ നഹി ഖാന ചാഹിയെ, പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ള ഉപദേശം അവിടെ ഇപ്പോഴും നമ്മുടെ ലേഖിക മുറുകെ പിടിച്ചിരിക്കുകയാണ്. डॉक्टर ने तीनों युवाओं से एक औपचारिक आग्रह किया. उन तीनों ने बिना संकोच के एक पूरी उठा ली और खाने लगे. ഡോക്ടർ ഇവിടെ ഈ 3 യുവാക്കളുടെ അടുത്തും നമ്മൾ ഔപചാരികമായ രീതിയിൽ പറയുകയാണ്, എന്താണ് ഭക്ഷണം എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള യാത്രക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് പോലെ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. से एक औपचारिक आग्रह किया. उन तीनों ने बिना संकोच के, സങ്കോചത്തിന് മടി, ഒരു മടിയില്ലാതെ ഈ 3 പേരും ബിനാ സങ്കോച് കെ ഏക് പൂരി ഉടാലി, ഓരോരോ പൂരി അവരെടുത്തു. അവർ ഖാനയിലൊക്കെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചതും കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടതോ എടുക്കുന്നില്ലെന്ന് ചോദിച്ചതോ എന്തെങ്കിലും എടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞ സമയത്ത് തന്നെ അവർ 3 പേരും ഓരോ പൂരി എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. मुँह में पूरी टूम से लड़की ने कहा, वेरी डिलीशियस आंटी, व्हाट पिकल इज दिस. कहकर एक पूरी और उठा ली. उस पर उंगली से अचार फैलाकर रोल बनाने लगी. मुँह में पूरी टूम से തള്ളിക്കയറ്റുക എന്ന് പറയില്ലേ, നമ്മൾ കുത്തി നിറച്ചിട്ട്, വായ നിറച്ച്, മുഖമേ, അതായത് പൂരി എന്താ പറയുക, നിറച്ച്, വായിൽ നിറച്ചുകൊണ്ട്. ലഡ്ക്കിനെ കഹാ, ഈ പെൺകുട്ടി പറയണേ, വെരി ഡെലീഷ്യസ് ആൻറ്റി, വളരെ ഡെലീഷ്യസ് ആണെന്ന് പറയണം. വാട്ട് പിക്കിൾ ഈസ് ദിസ്, ഇത് എന്ത് പിക്കിളാണെന്ന് ചോദിക്കണം.
കാക്കർ ഏക്ക് പൂരി ഓർ ഉടാലി ഇതും പറഞ്ഞിട്ട് അടുത്ത പൂരി ഒരു പൂരിയും കൂടി എടുത്തു. और उस पर उंगली से അച്ചാർ ഫൈലാക്കർ റോൾ ബനാനെ ലഗി. എന്നിട്ട് പിക്കിള് വളരെ ഡെലീഷ്യസ് ആണ്, എന്ത് പിക്കിളാണ് ചോദിക്കുന്നു. ഒരു പൂരിയും കൂടി എടുക്കുന്നു. ഊങ്കലീസ് വിരലുകൊണ്ട് അച്ചാർ ഈ പൂരിയുടെ മുകളിൽ തേച്ചിട്ട് റോൾ ബനാനെ ലഗി, അത് ചുരുട്ടാനായിട്ട് തുടങ്ങി. ടൈം ടി വേ ഉദാസീനദാസേ പോലി. അപ്പോൾ അവർ എന്ത് പിക്കിളാന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നത് ടൈം ടി എന്ന് പറയുന്നുണ്ട്. വളരെ ഉദാസീനതയോടുകൂടി പറയാണ്. അപ്പോൾ ആ പെൺകുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട് വാട്ട് ടീ, എന്ത് ടീ ആണ് ചോദിക്കുന്നുണ്ട്. ആ പറയണേ എ വൈൽഡ് ഫ്രൂട്ട്. ഡോക്ടറിനെ സംശയ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കണേക്ക് എ വൈൽഡ് ഫ്രൂട്ട് ഹേ, ഏ പിക്കിൾ ഏക്ക് വൈൽഡ് ഫ്രൂട്ട് കാ ഹേ. ഈ അച്ചാർ ഒരു വൈൽഡ് ഫ്രൂട്ടിൻ്റെ അച്ചാറാണെന്ന് പറയണം. ഓ ഐ തോട്ട് ദീസ് ആർ സീ ഫിഷസ് എഗ്സ്. അപ്പോൾ പെൺകുട്ടി പറയണ ഓ ഐ തോട്ട്, ഞാൻ വിചാരിച്ചു ദീസ് ആർ സീ ഫിഷസ് എഗ്സ്, അതായത് ഏതെങ്കിലും കടൽ മത്സ്യത്തിൻ്റെ എഗ്ഗാവും എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് അവൾ പറയണം. നോ 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 വി ആർ പ്യുവർ വെജിറ്റേറിയൻസ്. कहकर अध्यापिका महोदया ने अपना टिफ़िन उनके सामने से खींच लिया और मेरी तरह मुँह करके खाने लगी. അപ്പോൾ ഇവിടെ നമ്മുടെ അധ്യാപിക പറയണേ നോ നോ വി ആർ പ്യുവർ വെജിറ്റേറിയൻസ്. ഇവിടെ ചോദിക്കുന്നുണ്ട് ദീസ് ആർ സീ ഫിഷസ് എഗ്സ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അധ്യാപിക പറയണേ അല്ല, ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണെന്ന് പറയണേ. और अपना टिफ़िन उनके सामने से खींच लिया. അവർ കഴിക്കാനായിട്ട് വെച്ച് കൊടുത്ത ആ ടിഫിൻ അവരുടെ മുന്നിൽ നിന്ന് അധ്യാപിക വലിച്ച് എടുത്ത് മാറ്റി. അവർ മേരി തര മൂക്കർക്കി ഖാനെ, എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. മേ ഖിഡ്കി സേ സട്കർ ബൈഠി, ഞാൻ വിൻഡോനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ലേഖിക വേണ്ടാന്ന് പറഞ്ഞ് വിശപ്പില്ലാതെയല്ല, പക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ശീലമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ തയ്യാറല്ല. അതിനെ പറയുന്നുണ്ട് എനിക്ക് വ്രതമാണെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രീം കിച്ച് കർക്കെ ട്രെയിൻ രുക്കി. ഇപ്പോൾ ട്രെയിൻ പോകുമ്പോൾ നിൽക്കുമ്പോഴുള്ള സൗണ്ടിനെ കുറിച്ച് പറയുന്നത് ക്രീം കിച്ച് കർക്കെ ട്രെയിൻ രുക്കി. അങ്ങനെ ട്രെയിൻ ക്രീം എന്നുള്ള സൗണ്ടോട് കൂടിയിട്ട് ട്രെയിൻ അവിടെ നിൽക്കുകയാണ്. ഷായത് ചെയിൻ പുള്ളിങ് തീ, ചിലപ്പോൾ അത് ചെയിൻ പുള്ളിങ് ആയിരിക്കാമെന്ന് പറയണം, ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. യഹ് ദില്ലി കെ ബാഹർ കാ ഔദ്യോഗിക ക്ഷേത്രത. ഇത് ഡൽഹിക്ക് പുറത്തുള്ള വ്യവസായ മേഖലയാണ്. ഔദ്യോഗിക ക്ഷേത്രത, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രദേശം അല്ലെങ്കിൽ മേഖല എന്നുള്ള അർത്ഥം. അപ്പോൾ ഡൽഹിക്ക് പുറത്തുള്ള വ്യവസായ മേഖല അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളുള്ള കമ്പനികളുള്ള ഒരു മേഖലയാണ്. ये तो रोज़ का किस्सा है. अनेक स्थानीय यात्री इन ट्रेन और फिर 8 बजे तक दिल्ली से चलने वाली हर ट्रेन में चढ़ कर आते हैं. फिर बार बार चेन पुलिंग होती है. अब പറയണേ ഇതിവിടുത്തെ ये रोज़ का किस्सा है. കിസ്സ എന്ന് പറഞ്ഞാൽ കഥ, സ്റ്റോറി. അത് ഡെയിലി ഉണ്ടാവുന്നൊരു കഥയാണത്, അല്ലെങ്കിൽ ഡെയിലി നടക്കുന്നൊരു സംഭവമാണ്. അതായത് ചെയിൻ പുള്ളിങ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അനേക സ്ഥാനീയ യാത്ര എന്ന് പറഞ്ഞാൽ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ. ഇസ് ട്രെയിൻ ഓർ ഫിർ 8 ബജെ തക് ദില്ലി സെ ചലനെ വാലി. ഈ ട്രെയിനിലും അതുപോലെ തന്നെ 8 മണി വരെ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ട്രെയിനിലും ഇവരിങ്ങനെ ചാടിക്കയറാറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചു നിർത്തി അതിൽ ചാടിക്കയറുന്ന ആളുകൾ. ഫിർ ബാർ ബാർ ചെയിൻ പുള്ളിങ് ഹോത്തി ഹേ. പിന്നീട് വീണ്ടും ഇങ്ങനെ ചെയിൻ പുള്ളിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പോൾ 8 മണി വരെ പോകുന്ന ട്രെയിനിൽ ഇത് പതിവാണെന്നാണ് പറയുന്നത്. ഇത് സ്ഥിരം നടക്കുന്നൊരു കാര്യമാണ്, അത് ആദ്യമായിട്ടുള്ളൊരു കാര്യമല്ല, ഇടയ്ക്ക് ട്രെയിൻ നിൽക്കുന്ന അവസ്ഥ. 2 घंटों में भी दिल्ली की सीमा से ट्रेन बाहर नहीं निकल पाती. ഇപ്പോൾ 2 മണിക്കൂർ എടുത്താലും ഡൽഹിയുടെ അതിർത്തിയുടെ പുറത്തേക്ക് ഈ ട്രെയിൻ കടക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഓരോ സ്ഥലത്തും അതുപോലെ തന്നെ ലോക്കൽസ് കയറാൻ വേണ്ടിയിട്ട് അവിടെ ട്രെയിൻ നിർത്തുകയും കയറ്റുകയും ചെയ്യുന്നു. രാവിലെ 8 മണി വരെ ഈ തരത്തിലാണ് ട്രെയിൻ അവിടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 മണിക്കൂർ യാത്ര ചെയ്താലും ഡൽഹിയുടെ പുറത്തേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഷാം കി ട്രെയിനോ മേ ബി യഹി ഹാലത്താ ഹെ. ഇനി സന്ധ്യാസമയത്തും ട്രെയിനിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ രാവിലെ മാത്രമല്ല, വൈകിട്ട് ജോലി കഴിഞ്ഞാൽ വരുന്ന ആളുകളുടെ തിരക്കും ഇതുപോലെ തന്നെയാണ് പറയുന്നത്.
काफ़ी समय तो बर्बाद होता ही है। साथ ही ये लोग प्रथम श्रेणी से लेकर आरक्षित शाही गांवों तक होता ही है। साथ ही ये लोग प्रथम श्रेणी से लेकर आरक्षित शाही गांवों तक हर जगह घुसे चले आते हैं. ഇപ്പോൾ ഇവിടെ പറയുന്നത് രാവിലെ മാത്രമല്ല സന്ധ്യാസമയത്തും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കാഫി സമയത്തോ ബർബാദ് ഹോത്താ ഹി ഹെ, അതായത് ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെടാണ്. ബർബാദ് ഹോനാന്ന് പറഞ്ഞാൽ നഷ്ടമാവുക അല്ലെങ്കിൽ പ്രയോജനമില്ലാണ്ടാവുക. സാത്ത് ഹി ഈ ലോക് പ്രഥം ശ്രേണീസിലേക്കർ, അത് മാത്രമല്ല ഈ യാത്രക്കാരായിട്ടുള്ള ആളുകൾ പ്രഥം ശ്രേണീസിലേക്കർ, അതായത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് തുടങ്ങി ആരക്ഷിത് ഷായി ഗാവൻ തക്ക്, അതായത് റിസർവ് ചെയ്തിട്ടുള്ള സ്ലീപ്പർ കോച്ച് വരെ, അതിൽ വരെ അവർ ഹർ ജഗ ഗുസ്സേ ചലേ ജാത്തെ ഹേ. അപ്പോൾ എല്ലായിടത്തും അവരെത്തുന്ന പറയുന്നത്. ഇനി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, ഇനി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണോ, അതുപോലെ സ്ലീപ്പർ കോച്ചാണോ എന്നൊന്നും അവർ നോക്കില്ല, എല്ലായിടത്തും അവർ പ്രവേശിക്കുന്നുണ്ട്. ഫിർ യാത്രിയോं के साथ बदतमीज़ी से पेश आते हैं. ബദതമീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യതയില്ലാതെ, മര്യാദയില്ലാതെ. അതുമാത്രമല്ല യാത്രക്കാരുടെ അടുത്ത് മര്യാദ കെട്ട രീതിയിൽ അല്ലെങ്കിൽ മര്യാദയില്ലാതെ അവർ പേശാത്തെ ഹേ, സംസാരിക്കുകയും ചെയ്യുന്നു. कोई लड़की या सुंदर महिला यात्री दिख जाए तो उस सेट सट कर बैठ जाएंगे. कोई लड़की और सुंदर महिला यात्री देखे जाए तो, അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെയോ വളരെ സുന്ദരിയായിട്ടുള്ള സ്ത്രീ യാത്രക്കാരികളെ കാണുകയാണെങ്കിൽ ഉസ് സേ സട്ട് കർ ബൈഠ് ജായെങ്കെ, ഈ യാത്രക്കാരെ ഈ ലോക്കൽസ് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് ചേർന്നിരിക്കുന്ന പറയുന്നത്. ഉസ്കെ സംരക്ഷക ആപത്തി കരേ തോ ഝഗഡ. ഇനിയിപ്പോൾ ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ സ്ത്രീ യാത്രക്കാരെ സംരക്ഷിക്കുന്നവർ അവരുടെ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് നീരസം കാണിച്ചു കഴിഞ്ഞാൽ, ആപത്തി കരേ തോ, നീരസം കാണിച്ചു കഴിഞ്ഞാൽ ഝഗഡ ഹോത്താ ഹേ, വഴക്കുണ്ടാവുന്നു. ഫിർ തോ യേ ലോഗ് ട്രെയിൻ കോ ചലനെ ഹി നഹീ ദേങ്കെ, പിന്നെ ഈ ആളുകൾ ട്രെയിൻ പോകാൻ അനുവദിക്കില്ല. ആ തരത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്കൽസായിട്ടുള്ള ആളുകൾ, ഈ ജോലിക്ക് പോകുന്ന ആളുകൾ രാവിലെയും വൈകിട്ടും ഇതുപോലെ ഇഷ്ടംപോലെ ആളുകൾ ഏത് കമ്പാർട്ട്മെൻറ്റാണ് എന്താണെന്ന് നോക്കില്ല, കയറിയിരുന്ന് അവരുടേതായിട്ടുള്ള സംസാരം, അതുപോലെ മര്യാദപ്പെട്ട സംസാരങ്ങളും ഇതൊക്കെ നടക്കുകയും അങ്ങനെ വഴക്കാവുകയും അങ്ങനെ ട്രെയിൻ പോകാൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്കും എത്തിച്ചേരാറുണ്ട്. ട്രെയിൻ മേ തോഡ് ഫോഡ് കരേങ്കെ, ട്രെയിനിൽ തന്നെ നാശനഷ്ടങ്ങളുണ്ടാക്കും. തോഡ് ഫോഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, നാശനഷ്ടങ്ങളുണ്ടാക്കുക. യഹ് വ്യവസ്ഥ കാ ഐസാ സുരാഖ് ഹേ ജോ ബന്ദ് നഹി ഹോ സക്താ. ഇപ്പോൾ ഈ വ്യവസ്ഥയുടെ, അതായത് ഈ ട്രെയിൻ യാത്രയിലുണ്ടാകുന്ന ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾ, ഈ ഏർപ്പാടുകൾ, ഐസാ സുരാഖ് ഹേ ജോ ബന്ദ് നഹി ഹോ സക്താ, ഇങ്ങനെയുള്ള വിടവുകൾ, ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ ഈ യാത്രയിലുണ്ടാവുന്നുണ്ട്. അതൊരിക്കലും നിർത്തലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സാലോം പുരാന ചലൻ ഹി, വർഷങ്ങളായിട്ട് നടക്കുന്ന ആ പഴയ രീതിയാണത്, എന്നും നടന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്, സംഭവമാണതെന്ന് പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വഴക്കുണ്ടാവുന്നു, പിന്നെ ട്രെയിൻ പോകാൻ അനുവദിക്കില്ല, ആ ട്രെയിനിലെ സാധനങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് അവിടെ സ്ഥിരമായി നടക്കുന്നത്. അത് നിർത്തലാക്കാനായിട്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. യഹി ദേഖ്തേ ദേഖ്തേ മേ യുവാ സേ പ്രൗഡ് ഹോ ചലി ഹും, ആജ് ബി മുझे इन लोगों से डर लगता है. പക്ഷേ യഹി ദേഖ്തേ ദേഖ്തേ, അപ്പോൾ ഇത് കണ്ട് കണ്ട് മേ യുവാ സേ പ്രൗഡ് ഹോ ചലി ഹും, ഈ യുവാക്കളെ കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. ഇവരങ്ങനെയുള്ള പ്രശ്നക്കാരൊന്നുമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അവരെ കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട് നമ്മുടെ ലേഖയ്ക്ക്. ആജ് ബി മുझे ലോകം സേ ഡർ ലഗ്താ ഹേ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ, യാത്രക്കാർ കയറുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നവരെ കാണുമ്പോൾ തന്നെ വളരെയധികം പേടി തോന്നിയിരുന്നതാണ് നമ്മുടെ ലേഖയ്ക്ക്. പക്ഷേ ഈ യുവാക്കളുടെ അടുത്ത് വളരെ അഭിമാനമാണ് നമ്മുടെ ലേഖയ്ക്ക് തോന്നുന്നത്. वो तो सौभाग्य से यह डिब्बा बहुत पीछे था, सो इस डब्बे में कोई झुंड नहीं चढ़ा. नहीं तो इस लड़की के कपड़ों और अदाओं पर हम तो खल हो आते. എന്താ പറയുന്നത്, वो तो सौभाग्य से ये डिब्बा बहुत पीछे था. സൗഭാഗ്യവശാൽ, ഭാഗ്യവശാൽ ഈ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും പിന്നിലായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ് ഡിബ്ബമേ, ഈ കമ്പാർട്ട്മെൻറ്റിൽ കോയി ഝുണ്ട് നഹീൻ ചടാ, അതായത് ഒരുപാട് ആളുകളുടെ കൂട്ടൊന്നും ഇതിൽ വന്ന് കയറിയിട്ടില്ല. നഹീൻ തോ ഇസ് ലടുക്കിക്ക് കപ്പടോർ അതാവോം പർ, ഇനി അങ്ങനെ വന്ന് കയറിയിരുന്നുവെങ്കിലോ ഇസ് ലടുക്കിക്ക് കപ്പടം, ഈ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ കാണുമ്പോൾ
യഹാം തോ കത്ൽ ഹോ ജാത്തെ, ഇവിടെ കൊല തന്നെ നടക്കുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, ഡെയിലി ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ഇത് ഏറ്റവും ബാക്കിലെ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ കൂട്ടം, അതായത് ഒരുപാട് ആളുകൾ അതിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വസ്ത്രവും ശീലങ്ങളും കണ്ട് അതിൻ്റെ മുകളിൽ ഒരു കൊല നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതൊന്നും അവിടെ നടക്കുന്നില്ല. और इसके ये दो मर गिल्ले से संरक्षक कुछ नहीं कर पाते. ഈ രണ്ട് ചെറുപ്പക്കാർക്ക് സേ സംരക്ഷക കുച്ച് നഹി കർ പാത്തെ, അങ്ങനെ വരികയാണെങ്കിൽ ഇവർക്ക് സംരക്ഷകരായിട്ടിരിക്കാനും സാധിക്കില്ല. അവരതിനൊക്കെ വഴക്കുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഹിന്ദി തക് തോ ടിക് സേ സമജ് ബോൽ നഹി പാത്തേത്തെ, ഈ യുവാക്കൾക്ക് ഹിന്ദി മനസ്സിലാക്കാനോ അതുപോലെ തന്നെ സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. मैं भी सोचने लगी ये खुलापन, इनकी इस कदर लापरवाही क्या इन्हें गतरों की तरफ नहीं टकेलती. എന്താ പറയുന്നത്? मैं भी सोचने लगी, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? ये खुलापन, इनकी इस कदर लापरवाही, ഖദർ ലാപ്പർവാഹി, ഖദർ എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെയുള്ള ഖദർ, ലാപ്രവാഹി എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, ഇതുപോലെയുള്ള അശ്രദ്ധ. അതുപോലെ തന്നെ ഖുലാപ്പൻ, ഇങ്ങനെ ഓപ്പണായിട്ടുള്ള സ്വഭാവം, അതുപോലെ തന്നെ ഇവരുടെ ഇതുപോലെയുള്ള അശ്രദ്ധ. ക്യാ ഇനെ ഖത്തറം കി തരഫ് നഹി ടക്കേൽത്തി, ഖത്തറ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, ഇത് അവർ ശരിക്കും പറയുകയാണെങ്കിൽ ആപത്തിലേക്ക് തള്ളിവിടുകയില്ലേ. ടക്കേൽ എന്ന് പറഞ്ഞാൽ തള്ളിവിടുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ അശ്രദ്ധ, അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പണായിട്ടുള്ള വസ്ത്രധാരണം, അതുപോലെ തന്നെ അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ കൂടി ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ആപത്തിലേക്ക് തള്ളിവിടുകയില്ലേ ചോദിക്കണം. പഠായി കാം ദന്ത കുച്ച് കർത്തേ ബി ഹേ കി നഹി, ഇനി അവരുടെ പഠനം, അതുപോലെ തന്നെ കാം ദന്ത തൊഴിൽ, ഈ കുച്ച് കർത്തേ ബി ഹേ കി നഹി, ഇവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ എന്തോ അറിയില്ല. ഉമ്ര തോ ദേഖോ, ഞാനൊരു പ്രായം നോക്ക്, മുഷ്കിൽ സേ 18-19 കെ ഹോങ്കേ. ഇപ്പോൾ നമ്മൾ പ്രായം നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു 18-19 വയസ്സ് പ്രായമുള്ളവരാണ്. ചുട്കാത്തോ 15 കാസാ ലഗ്താ ഹേ, ഇനി ആ ചെറിയ ആൺകുട്ടി എന്ന് പറഞ്ഞ യുവാക്കളിൽ ആ കുട്ടിക്കൊരു 15 വയസ്സ് നമുക്ക് തോന്നും, ആ തരത്തിലുള്ളത്. ഉസ് പർ കൈസേ ഹോങ്കേ യേ ദുസ്സാഹസി മാതാപിതാ ജോ ഇനെ അക്കേലെ ദുനിയ ദേഖ്നെ ഭേജ് ദിയാ ഹേ. ഇപ്പോൾ കൈസേ ഹോങ്കെ വേ ദുസ്സാഹസി മാതാപിതാ, ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് പറയണേ. എങ്ങനെയായിരിക്കും അവർ പറയണേ? ഇനി അക്കേലെ ദുനിയ ദേഖ്നെ ഭേജ് ദിയാ, ഈ ചെറുപ്പക്കാരെ, ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഒറ്റയ്ക്ക് ലോകം കാണാനായിട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരായിരിക്കും? യോം ഹി ഷായദ് ഐസേ ഹേ വിദ്രോഹി കിസ്മ കി ബിഗഡൽ ബച്ചേ, യേ ഹി ഷായദ് ഐസേ ഹേ, ഇവരും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. വിദ്രോഹി കിസ്മ കി ബിഗഡൽ ബച്ചേ, അതായത് വിപ്ലവം ഉണ്ടാക്കുന്ന, ബഹളം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വഴക്കാളികളായിട്ടുള്ള ബിഗഡൽ ബച്ചേ, അങ്ങനെ വഴക്കാളികളായിട്ടുള്ള ചെറുപ്പക്കാരായിരിക്കാം, കുട്ടികളായിരിക്കാം ഇവർ. അങ്ങനെയാവുമ്പോഴാണ് മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവുകൊണ്ട് അവരെ ഒറ്റയ്ക്ക് ലോകം കാണാൻ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയണേ അവർ വിദ്രോഹി കിസ്മ കെ ബിഗഡൽ ബച്ചേ, വളരെ മോശമായ രീതിയിലുള്ള അല്ലെങ്കിൽ വഴക്കാളികളായിട്ടുള്ള കുട്ടികളായിട്ട് ആയിരിക്കും ഇവരെ വളർത്തുന്നുണ്ടാവുക. മൻ കിയാ കി മേം ബി കഹോം ബ്ലഡി ഫക്കിൻ ബ്രൈഡ്സ്, അപ്പോൾ മനസ്സ് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പറയണത് മേം ബി കഹോം ബ്ലഡി ഫക്കിൻ ബ്രൈഡ്സ്, പറയണ വളരെ മോശമായ രീതിയിൽ തന്നെ ഡെർട്ടി വേർഡ്സിനെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ബ്ലഡി ബ്രൈഡ്സ് എന്നവരെ പറയേണ്ടതായിട്ട് വരുമെന്ന്, അങ്ങനെ പറയണമെന്ന് നമ്മുടെ ലേഖിക ചിന്തിക്കുകയാണ്. ഹമാരെ ബി സഹപാഠി സഹകർമ്മി ക്രിസ്ത്യൻ രഹേ ഹേ पर ऐसा खुलापन कभी नहीं देखा. ഇവിടെ പറയണ കൂടെ പഠിച്ചിരുന്ന സഹകർമ്മി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന, ഒപ്പം ജോലി ചെയ്യുന്ന, അല്ലെ കൂടെ പഠിച്ച, അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ക്രിസ്ത്യൻ രഹേഹെ, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. पर ऐसा खुलापन कभी नहीं देखा, പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. क्या ये किसी मुसीबत को समझदारी से सुलझा सकेंगे. ഇവിടെ ചിന്തിക്കുകയാണ്, ये किसी मुसीबत हो, അപ്പോൾ ഈ യുവാക്കൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ
സമജ്ദാരി സേ സുലച്ചാ സഖേങ്കെ. സമജ്ദാരി എന്ന് പറഞ്ഞാൽ വിവേകത്തോട് കൂടിയിട്ട്, സുലച്ചാസ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരത് വിവേകത്തോടെ അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. ഖത്രം സേ ബച്ച് സഖേങ്കെ. ഇപ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഖത്തര എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർക്ക് സാധിക്കുമോ? ചോടോ മുझे ക്യാ പടി ഹേ. ഇതൊക്കെ വിട്ട്, അതായത് ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇങ്ങനെയുള്ള ആളുകൾ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു കണ്ടിട്ടില്ല. പക്ഷേ ഇവർ എങ്ങനെയാണ് വിവേകത്തോടുകൂടി എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപകടങ്ങളിൽ നിന്ന് ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും? ചോടോ മുझे ക്യാ പടി ഹേ. എനിക്കിപ്പോൾ എന്താ അതിൽ കാര്യമെന്ന് അവിടെ ചിന്തിക്കുകയാണ്. ബേർഡ് മീ ജായേ. അപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ഗോ ടു ഹെൽ. അതായത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനതിപ്പോൾ നോക്കേണ്ട കാര്യം എനിക്ക് എന്താണെന്ന് അവിടെ ചിന്തിക്കുകയാണ്. अच्छा ही हुआ जो मैंने अपने बेटे बेटी को बहुत संयम और कठोर अनुशासन में पाला है. ഇപ്പോൾ നമ്മുടെ ലേഖിക മനീഷ കുലശ്രേഷ്ഠ ചിന്തിക്കുകയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. अच्छा ही हुआ जो मैंने अपने बेटे बेटी को बहुत संयम और कठोर अनुशासन में पाला. അനുശാസനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ, സംയം എന്ന് പറഞ്ഞാൽ വളരെ കൺട്രോള്, അതായത് വളരെ എന്താ പറയുക, നിയന്ത്രണത്തോട് കൂടിയിട്ട്, വളരെ കഠിനമായിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയിട്ട്, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, അങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെയും വളർത്തിയതെന്ന് പറയുന്നത്. ബേട്ടാ തോ ചലോ ടീക്ക് ഹേ ദില്ലി IIT മേ പഠ് രഹാ ഹേ. ഇനി മോൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് അവൻ നന്നായി പോകുന്നുണ്ട്. ടീക്ക് തോ ചലാ ഹേ. അതുപോലെ തന്നെ ദില്ലി IIT മേ പഠ് രഹാ ഹേ. മകൻ പഠിക്കുന്നത് ഡൽഹിയിലെ IITയിലാണ് മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നന്നായി പോകുന്നുണ്ട്, അവൻ്റെ കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. പർ നിശി. നിശി എന്ന് പറഞ്ഞാൽ ബേട്ടിയാണ്, ബേട്ടിക്ക നാം ഹേ നിശി. ഇപ്പം മകളുടെ പേരാണ് നിശി എന്ന് പറയുന്നത്. മേനേക്ക് ടണ്ടി സാസ്ലി. ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു. ട്രെയിൻ ധീമേ ധീമേ സറക് രഹി തി. ട്രെയിൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ, സറക്ന എന്ന് പറഞ്ഞാൽ നിരങ്ങി നീങ്ങുക, അതായത് പതുക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയിൽ ഈ 3 യുവാക്കളുടെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ലേഖിക പറയാണ്, കൂടെ പഠിച്ചിരുന്നവരും അതുപോലെ തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്നവരും ക്രിസ്ത്യൻസിൻ്റെ, പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കത് വിവേകത്തോടു കൂടി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്നിവിടെ ചിന്തിക്കുന്ന സമയത്ത് ലേഖിക്ക് തോന്നണം, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ സ്വന്തം മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഓർക്കുകയാണ്. അതായത് വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനോട് കൂടിയിട്ടാണ്, വളരെ നിയന്ത്രണത്തോട് കൂടിയിട്ടാണ് അവിടെ മക്കളെ വളർത്തിയത്. മകനാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അവൻ ഡൽഹിയിൽ IITയിൽ പഠിക്കുകയാണ്. ഇനി മകളുടെ കാര്യമാണ് പിന്നെ കുറച്ച് ദീർഘനിശ്വാസത്തോടുകൂടി പറയുന്നത്. മകളുടെ പേര് നിശി എന്നാണ്. മേനെ സ്വയം സേ സവാൽ പൂച്ച. क्या मैंने बच्चों को सुरक्षित और कठोर अनुशासन में रखकर बहुत महान काम किया है. मैंने स्वयं से सवाल पूछा. ഞാൻ സ്വയം തന്നെത്താൻ ചോദിക്കുകയാണ്, സ്വന്തം മനസ്സിനോട് ചോദിക്കുകയാണ്. ക്യാ മേനെ ബച്ചോം കോ സുരക്ഷിത്. ഞാൻ എൻ്റെ മക്കളെ വളരെ സുരക്ഷിതമായിട്ടും വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലും വെച്ചുകൊണ്ട് ബഹുത്ത് മഹാൻ കാം കിയാ ഹേ, വളരെ വലിയ കാര്യമാണോ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് സ്വയം അവിടെ മനസ്സിൽ ചോദിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വളരെ സുരക്ഷിതമായിട്ട് വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനോട് കൂടിയിട്ട് വളർത്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണോ എന്നിവിടെ സ്വയം ചോദിക്കുകയാണ്. क्या निशी इस कठोर अनुशासन और अतिरिक्त सुरक्षित वातावरण में पलकर बेहद दब्बू बनकर नहीं रह गई. ഇനി ഇവിടെ നിശയുടെ കാര്യം പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനോടുകൂടി വളർത്തിയതാണ്. അതിന് പുറമേ അതിന് പുറമേ സുരക്ഷിത വാതാവരണമേ, അതായത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ സാഹചര്യത്തിൽ വളർന്നിട്ടും ബേഹദ് ദബ്ബു ബൻകർ നഹി രഹ് ഗയി, വളരെയധികം ഭയത്തോടു കൂടിയിട്ടുള്ള ഒരാളായിട്ടവിടെ മാറിയില്ലേ ചിന്തിക്കുകയാണ്. ബസ് ഷാദി കർ ദേനെ ബർസേ ഹംനെ ഉസേ ക്യാ സുരക്ഷിത് കർ ദിയ. ഷാദി കർ ദേനെ ബർസേ, അതായത് വിവാഹം കഴിച്ചു കൊടുത്തിട്ടും ഹംനെ ക്യാ ഉസേ സുരക്ഷിത് കർ ദിയ, അവളെന്നെ സുരക്ഷിതയാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചോ എന്നിവിടെ ലേഖിക മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ്, സ്വയം ചോദിക്കുന്നൊരു കാര്യമാണത്.
അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് അവളുടെ ജീവിതം സുരക്ഷിതമാണോ എന്നുള്ള കാര്യത്തിൽ അവിടെ ലേഖിക ഒരു ദീർഘനിശ്വാസത്തോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മോളെക്കുറിച്ച് പറയുന്നുണ്ട്, अपनी होनहार MBA लड़की को बम्बई जाकर एक मल्टीनेशनल नौकरी नहीं करने दी. അവിടെ പറയുന്നുണ്ട്, മകള് നിശി എന്ന് പറയുന്ന ഈ മകള് വളരെ സമർത്ഥയായിരുന്നു. അവൾ MBA കഴിഞ്ഞ്, ഹോൻഹാർ എന്ന് പറഞ്ഞാൽ വളരെ സമർത്ഥയാണ്, സമർത്ഥ എന്നുള്ള അർത്ഥം. ആ പെൺകുട്ടി ബംബൈ ജാക്കർ, മുംബൈയിൽ പോയിട്ട് മൾട്ടിനാഷണൽ നൗക്കരി, അതായത് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് അനുവാദം ചോദിച്ചു. പക്ഷേ മൾട്ടിനാഷണൽ നൗക്കരി നഹീം കർണേദി, അത് അനുവദിച്ചില്ല. അപ്പോൾ നന്നായി പഠിക്കുന്ന വളരെ സമർത്ഥയായ പെൺകുട്ടിയാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടി വളർത്തിയിട്ടുള്ളതാണ്, നല്ല സുരക്ഷിതമായിട്ടുള്ള ചുറ്റുപാടിൽ വളർന്നിട്ടുള്ളതാണ്. എന്നിട്ടും വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടിയോ എന്നുള്ളതാണ് അവൾ ചിന്തിക്കുന്നത്. അവൾ MBA കഴിഞ്ഞു, അവിടെ ബോംബെയിൽ പോയിട്ട് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ഇവരനുവദിക്കുന്നില്ല. ഹം ദോനോം ഹി ഡർ ഗേത്തെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു. കിത്നി റോയി ധീ വഹ് പർ ഹമാര മൻ നഹി മാന, അതിനു വേണ്ടിയിട്ട് അവൾ ഒരുപാട് കരഞ്ഞു. പക്ഷേ ഞങ്ങളുടെ മനസ്സതിനെ അനുവദിച്ചില്ല. അപ്പോൾ അത് മൾട്ടിനാഷണൽ കമ്പനിയിൽ ബോംബെയിൽ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും അവളെ അനുവദിച്ചില്ല. അവൾ ഒരുപാട് കരഞ്ഞു. പക്ഷേ അതൊന്നും ഞങ്ങൾ കണക്കാക്കിയില്ല, സമ്മതിച്ചില്ല. ബാഹ്രി ദുനിയ യാനി ഗത്രം സെ ബരി ദുനിയ, ഈ പുറം ലോകം എന്ന് പറയുന്നത് യഹാം സെ ബംബൈ ജാന ഏ മുഷ്കിൽ ഹേ, വഹാം കാം കർണ മുഷ്കിൽ ഹേ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ട് തന്നെ ബാഹ്രി ദുനിയ എന്ന് പറയുന്നത്, അതായത് പുറം ലോകം എന്ന് പറയുന്നത് ഗത്രം സെ ബരി ദുനിയാഹെ, അതായത് അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലോകമാണ് പുറം ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്, MBA വരെ പഠിച്ചു, സമർത്ഥയാണെങ്കിലും ആ പെൺകുട്ടിയെ പുറത്തേക്ക് വിട്ട് ജോലിക്ക് വിടാനായിട്ട് അവർക്ക് സാധിച്ചില്ല, അവർ പറഞ്ഞയച്ചില്ല. കാരണം ബാഹരി ദുനിയ എന്ന് പറയുന്നത് ഗത്രം സെ ബരി ദുനിയാഹെ, അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള ലോകമാണ്. കഹ് ദിയാത്ത യഹി രേക്കർ കരോ നൗക്കരി, അപ്പോൾ അവളോട് പറഞ്ഞ കാര്യം ഇതാണ്, യഹി രേക്കർ നൗക്കരി കരോ, ഇവിടെ നിന്നിട്ടുള്ള ജോലി മതി എന്ന് പറയണം. ഇപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ പറയുന്ന കാര്യമാണത് പണ്ടത്തെ കാലത്തൊക്കെ. അതായത് ഇവിടെ നിന്നിട്ട് പറ്റുന്ന ജോലി ചെയ്താൽ മതി, പുറത്തുനിന്ന് പോയിട്ട് ജോലി ചെയ്യേണ്ട, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. യാ ഫിർ കഹ് ദിയാക്കി ഷാദി കെ ബാദ് കർ ലേന നൗക്കരി, അത് മാത്രമല്ല അതല്ലെങ്കിൽ എന്താ പറഞ്ഞത്, വീണ്ടും പറഞ്ഞ കാര്യം തന്നെ, ഷാദി കെ ബാദ് കർ ലേന നൗക്കരി, വിവാഹം കഴിഞ്ഞിട്ട് ജോലി ചെയ്യാമെന്ന് പറയണം. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷനാണ്. കമ്പനിയിൽ ജോലി കിട്ടി, ജോലിക്ക് പോകാനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ അനുവദിച്ചില്ല. ഒരുപാട് കരഞ്ഞു, എങ്കിലും അവരത് കൂട്ടാക്കിയില്ല. കാരണം പുറം ലോകം എന്ന് പറയുന്നത് പേരൻസിൻ്റെ അഭിപ്രായത്തിൽ അവിടെ അപകടം നിറഞ്ഞിട്ടുള്ളൊരു ലോകമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്താൽ മതി, ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷാദിക്ക് ബാദ് നൗക്കരി കറില്ല എന്നാ ചാഹിയെ, വിവാഹം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജോലി ചെയ്യാമല്ലോ എന്ന് പറയണേ. അപ്പം അങ്ങനെ പതി ചാഹിയത്തോ, ഭർത്താവിന് ആഗ്രഹമുണ്ടെങ്കിൽ, ജോലിക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷാദി കർദേനയ്ക്ക് ബാദ് നൗക്കരി കർലേന ചാഹിയെ, ഇങ്ങനെയാണ് പതി ചാഹിയത്തോ, ഭർത്താവ് ആഗ്രഹിക്കുകയാണെങ്കിൽ ജോലിക്ക് പൊക്കോളം പറയണത്. അതല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ജോലി ചെയ്താൽ മതി, പുറത്തേക്കൊന്നും പോകണ്ട, ബോംബെയിലേക്ക് പോകണ്ട, മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യും വേണ്ട എന്നവർ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ 3 യുവാക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ട്രെയിൻ യാത്രയിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഡോക്ടറും ഭാര്യയും കഴിക്കാനായിട്ട് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലേഖിക പറയുന്നുണ്ട് എനിക്ക് വ്രതമാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് മേര വ്രത് ഹെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ യഹ് എക്ക് ജൂട്ടുത, അതൊരു നുണയായിരുന്നു. അവിടെ പറയുന്നുണ്ട്, അത് പറയാനുള്ള കാരണം മേര വ്രത് ഹെ എന്ന് ഇസ് പ്രകാർ ജൂട്ട് ബോലനേക്ക കാരണം യഹ് ഹെ, അത് നുണ പറയാനുള്ള കാരണം ഇതാണ്. ബച്പൻ സേ മാം കി ബന്ധായി ഹുയി ഗാണ്ട്, അതായത് അമ്മ സ്ഥിരമായിട്ട് തരുന്നൊരു ഉപദേശമാണത്. എന്താണ്, സഫർ മേ കിസി അജ്നബി സെ കുച്ച് ലേക്കർ മത് ഖാന, അതായത് യാത്ര പോകുമ്പോൾ
അപരിചിതരായിട്ടുള്ള ആളുകൾ തരുമ്പോൾ അതൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അമ്മ കൊടുത്തൊരു ഉപദേശം കാരണമാണ് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഇവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു നുണ പറയാണ്, എന്താണ്, എനിക്കിന്ന് വ്രതമാണ് അതുകൊണ്ട് വേണ്ടെന്ന് പറയാണ്. എന്നാൽ ഈ तीनों युवाओं ने डॉक्टर ने युवाओं से इस प्रकार का आग्रह किया, तब तीनों बिना संकोच के साथ पूरी उठा ली और पिकल से अपनी उंगली से पिकल फैलाकर रोल बनाने लगे और वह खाने लगे. അപ്പോൾ ഭക്ഷണം എടുക്കാനായിട്ടൊരു ആഗ്രഹം പറയുമ്പോഴേക്കും 3 പേര് ചാടി പുറപ്പെട്ട് 3 പേരും പൂരി എടുക്കുന്നു, പിക്കിൾ തേക്കുന്നു. അങ്ങനെ അവിടെ അവർ അത് റോളാക്കിയിട്ട് അവരത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് പിക്കിൾ के बारे में ये लड़की पूछती है. പിക്കിളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. വൈൽഡ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഉസ് സമയം പറയുന്നുണ്ട് ദീസ് ആർ സീ ഫിഷസ് എഗ്സ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സീ ഫിഷിൻ്റെ എഗ്സ് ആണോ ഇന്ന് ചിന്തിക്കുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഐ തോട്ട് എന്ന് പറയുന്നുണ്ട്. उस समय अध्यापिका कहती है वी आर प्योर वेजिटेरियंस. അവർ പ്യൂർ വെജിറ്റേറിയൻസ് ആണെന്ന് പറയുന്നുണ്ട്. उस समय उसके बाद ट्रेन कुछ समय के बाद ट्रेन रुक गई. बीच बीच में चेन पुलिंग हो रही थी क्योंकि दिल्ली के बाहर औद्योगिक क्षेत्र था. स्थानीय यात्री इस ट्रेन और फिर 8 बजे तक दिल्ली से चलने वाली हर ट्रेन में चढ़कर आते हैं और बार बार इसी प्रकार का चेन पुलिंग होती है. വ്യവസായ മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാർ രാവിലെ ഈ ട്രെയിനിൽ കയറാനായിട്ട്, അതായത് ഒരു 8 മണി വരെ നമ്മൾ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയിൽ ഇങ്ങനെ ചെയിൻ പുള്ളിങ് നടത്തുന്നത് അവിടെ പതിവാണെന്നാണ് പറയുന്നത്. ചെയിൻ പുള്ളിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് യാത്രക്കാർ വരുന്നവർ ഏത് കമ്പാർട്ട്മെൻറ്റാന്ന് നോക്കുന്നില്ല, ഏത് കിട്ടിയാലും അവർ കയറുന്നു. ഫസ്റ്റ് ക്ലാസ് ആണോ സ്ലീപ്പർ കോച്ചാണോ അതൊന്നും അവർ നോക്കുന്നില്ല. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെ തിരക്ക് പിടിച്ച ഈ സമയത്ത് ഈ പെൺകുട്ടി, അതായത് ഇവരെ ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യമാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ലോക്കൽസ് കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് പതിവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒപ്പം വർക്ക് ചെയ്യുന്നവരും പഠിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ ചിന്തിക്കുന്നുണ്ട് ഇവരെന്തെങ്കിലും അപകടത്തിൽപ്പെട്ട എങ്ങനെയാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ചിന്തിക്കുന്നുണ്ട്. ആ സമയത്താണ് ഉസ്കെ ബേട്ടാ ബേട്ടിക്ക് ബാരെ മേ ലേഖിക സോച്ച് രഹി ഹെ. ലേഖിക ഇവിടെ പറയുന്നുണ്ട് अपने बेटे और बेटी को बहुत संयम से और कठोर अनुशासन में पाला है. കഠോർ അനുശാസൻ മേ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിൽ വളർത്തിയെങ്കിലും അവിടെ ജോലിയുടെ കാര്യം വന്നപ്പോൾ അവിടെ അനുവദിക്കുന്നില്ല. പറയുന്ന മറുപടി ഇതാണ്, ബാഹരി ദുനിയ ഖത്രം സെ ഭര ദുനിയ ഹെ. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പതി ചാഹേ തോ നൗക്കരി കർദേന ചാഹിയെ അല്ലെങ്കിൽ യഹാം ബൈഠ് കർ കാം കർന ചാഹിയെ. ഇതും പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.